നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു 87 മോഡൽ CI എൻജിൻ സ്റ്റാൻഡേർഡാണ്. നോക്കുക, ഇതിപ്പോൾ ഹെഡ് ഗാസ്കറ്റ് കംപ്ലയിൻസ് ആയിട്ട് വന്നായിരുന്നു. അപ്പോൾ ഇതൊന്ന് ഓടിച്ച് നോക്കാം കേട്ടോ, എങ്ങനെയാണ് ഇതിൻ്റെ പെർഫോമൻസ് എന്നുള്ളത്. 87 മോഡലിൻ്റെ നമ്മൾ നോക്കാൻ പോകുന്നത് 87 മോഡൽ സ്റ്റാൻഡേർഡാണ്. ഇത് ഹെഡ് ഗാസ്കറ്റ് മാറ്റിയതാണ്. ഇതിൻ്റെ പെർഫോമൻസ് നോക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അത് സ്പീഡിലേ പോകുന്നുള്ളൂ. ടാങ്ക് വെയിറ്റ് ഇല്ലാത്ത മോഡലാണ്. ഞാൻ സാധാരണ ഇതിൻ്റെ ഒരു പിക്കപ്പ് ടെസ്റ്റ് ചെയ്യൽ കയറ്റം ടോപ്പ് ഗിയറിൽ കയറ്റിയിട്ടാണ്. സാധാരണ ടോപ്പ് ഗിയറിൽ നമ്മൾ കയറ്റം വലിയ കുറവുള്ള വണ്ടിയൊന്നും കയറില്ല, കുറച്ചൊരു ചെറിയ കയറ്റാണ്. ഇപ്പോൾ ഗിയർ മാറാതെ ഇത് അത്യാവശ്യം ഒരു 40 സ്പീഡിലൊക്കെ കയറ്റം കയറി കഴിഞ്ഞാൽ ഓക്കെയാണ്, പെർഫോമൻസ് ഓക്കെയാണ്. മുന്നിൽ ബസ് വന്ന് പെട്ടു. വണ്ടി കുഴപ്പമില്ല, പിക്കപ്പ് ഓക്കെയാണ്. ടാങ്ക് വെയിറ്റിലെ കുറവൊക്കെ എൻജിൻ ബ്രേക്കിംഗ് കുറച്ച് കുറവായിരിക്കും. നോക്കുക, ഇറക്കം 60-ലാണ് ഇറങ്ങുന്നത്. കയറ്റം കയറിപ്പോൾ അതേ സ്പീഡിൽ തന്നെയാണ് ഇറങ്ങി വരുന്നത് എൻജിൻ ബ്രേക്കിങ്ങിൽ കേട്ടോ. ഇതിനൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു കേട്ടോ. വർക്ക് എടുത്തിട്ട് ഒരുപാട് അടിച്ച്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടിട്ടുണ്ട്, അടിച്ച് സീറ്റിംഗ് പാർട്സ് കംപ്ലീറ്റ് ചപ്പിപ്പോയതാണ്. അപ്പം വർക്ക് എടുത്തിട്ട് കുറേ നാശമാക്കിയൊരു വണ്ടിയാണിത്. അപ്പോൾ 87 മോഡലിൻ്റെ പെർഫോമൻസ് ഇതാണ് കേട്ടോ. എക്സോസ് നോട്ടും അത്ര ബാസി നോയ്സ് അല്ല. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ തന്നെ അറിയാൻ പറ്റും ഹെവി ക്രാങ്ക് കാണാനല്ല എന്നുള്ളത്. പക്ഷേ ഈ ഒരു വണ്ടിക്ക് പിക്കപ്പ് കൂടുതലായിരിക്കും, പെട്ടെന്ന് സ്പീഡ് എടുക്കും വണ്ടി. നോക്കുക, ക്രാങ്ക് വെയിറ്റ് കൂടിയ വണ്ടിക്ക് പിക്കപ്പ് കുറവായിരിക്കും, പെട്ടെന്ന് സ്പീഡ് എടുക്കില്ല, ഓവർടേക്കിങ് ചെറിയൊരു ലാഗ് അടിക്കും. പക്ഷേ ഇത് അങ്ങനെയല്ല, അത് നല്ല പിക്കപ്പ് എടുക്കും വണ്ടി. വണ്ടി നല്ല വൈബ്രേഷനാണ്. വണ്ടി റിമ്മൊക്കെ നല്ല ഔട്ടാണ്, ചാടി കളിക്കുകയാണ് വണ്ടി. പക്ഷെ വർക്കൊന്നും നമ്മുടെ അവർ പറഞ്ഞിട്ടില്ല, ഒരു ഹെഡ് ഗാസ്കറ്റിനാണ് പറഞ്ഞത്. ഫ്രണ്ട് റിമ്മൊക്കെ ഡ്രോയിങ് ഔട്ടാണ്. റബ്ബറൈസ് റോഡിൽ നിന്നാണ് ഈ വണ്ടി ചാടി കളിക്കുന്നത്.
അപ്പോൾ ക്രാങ്ക് വെയിറ്റിൽ വണ്ടി എടുക്കുന്ന ആളുകൾക്ക് ഈ ഒരു ലോ സ്പീഡ് കപ്പാസിറ്റി കൂടും, ഹൈ സ്പീഡ് കപ്പാസിറ്റി കുറയും. ക്രാങ്ക് വെയിറ്റ് ഇല്ലാത്ത വണ്ടി എടുക്കുമ്പോൾ ഹൈ സ്പീഡ് കപ്പാസിറ്റി കൂടും, ലോ സ്പീഡ് കപ്പാസിറ്റി കുറയും കേട്ടോ. ഒരു 40 സ്പീഡിലൊക്കെ നമുക്ക് മാക്സിമം പിടിക്കാൻ പറ്റുള്ളൂ ലോ സ്പീഡിൽ. അതായത് ലോ സ്പീഡിൽ ഒരു എൻജോയ് ചെയ്ത് യാത്ര ചെയ്യാൻ കഴിയില്ല. സാധാരണ UC എഞ്ചിൻ്റെ ഒക്കെ UC എഞ്ച് ഇതിനേക്കാളൊക്കെ താഴോട്ട് പോകും കേട്ടോ. 35 സ്പീഡിലൊക്കെ പോകാൻ പറ്റും. ഇതിപ്പോൾ ഈ ഒരു സ്പീഡാണ് ഇതിന് നമുക്ക് എടുക്കാൻ പറ്റിയ ലോ സ്പീഡ് കേട്ടോ. നോക്കാം, മീറ്ററിലേക്ക് നോക്കുക. 40ൻ്റെ മുകളിൽ 40, ഏറ്റവും ലോ സ്പീഡ് 40. അതിൻ്റെ താഴത്ത് പിടിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക, ക്രാങ്ക് വെയിറ്റ് ഉള്ളത് വേണോ ക്രാങ്ക് വെയിറ്റ് ഇല്ലാത്തത് വേണോ എന്നുള്ള. രണ്ടിൻ്റെയും പോരായ്മകളും മികവുകളും ഞാൻ പറഞ്ഞു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടൻ കാണാം.